വരൂ, അകത്തേക്ക് വരൂ. റെഡി സാർ. സെൽവ, നീ എൻ്റെ വീടിൻ്റെ പടി കയറി വന്ന് ബിസിനസ് സംസാരിച്ചതുപോലെ ഞാനും ചിലത് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. മണ്ടുവിനെ പെണ്ണ് ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നേ. അയ്യോ, ഞാനെങ്ങനെ? സെൽവന്റെ അച്ഛനില്ലാതെ ഞാൻ എങ്ങനെയാ? ഞാൻ എന്ത് പറയാനാ? ആദ്യം നിങ്ങളൊക്കെ അകത്തേക്ക് കയറിവാ, അകത്തിരുന്ന് സംസാരിക്കാം. നീ എവിടെ പോവാ? ഞാൻ ദുബായിലേക്ക് ഓടി പോകാൻ പോവാ. അവിടെ പോയി യൂബർ പോലെ വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. റെഡ്ഡി സാർ കല്യാണം ആലോചിക്കാനാ വന്നേക്കുന്നത്. അവിടെ എനിക്ക് നല്ലൊരു പാർട്ണർ കിട്ടിയിട്ടുണ്ട്. വലിയ പണക്കാരനാ. അവരോട് ഞാൻ എന്താ പറയണ്ടേ? ദുബായ് പോയി ഞാൻ പിന്നെ തിരിച്ചു വരില്ല. നീ ഇത് എങ്ങോട്ടാ ഓടുന്നേ? നിൽക്കവിടെ. അപ്പൊ അത്രയ്ക്കേ ഉള്ളല്ലേ? മണ്ടു, നിനക്കൊരു നല്ല ഭാവിയുണ്ട്. ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. കല്യാണം പോലെ ഒരാളെ തന്നെ നീ കെട്ടണം. കല്യാണം നിനക്ക് തരാന്ന് പറയുന്ന പോലെ ഒന്നും സത്യമായിട്ട് എന്നെ കൊണ്ട് തരാൻ പറ്റില്ല. പക്ഷെ ഞാനുടനെ വേറൊരു പെണ്ണിനെ കണ്ടുപിടിക്കും. എന്നാലും മനസ്സിൽ നിന്ന് പോവില്ല. ഞാനിപ്പോ ദുബായ് പോവാ, പെർമനന്റായി. ശരി പോ. മണ്ടു 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 എനിക്ക് നിന്നോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എന്നെ നീ കളിയാക്കിയല്ലോ ഭയം. നിക്ക് ഞാൻ പറയാം. ചെറിയ പ്രായം മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. നിന്നോട് വഴക്കിടുമ്പോഴും നിന്നോട് അടികൂടുമ്പോഴും ഞാനും കൂടെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും നീ എൻ്റെ ജീവനായിരുന്നു. ഓ, അങ്ങനെയാണോ? എന്തിനാ ഇതൊക്കെ ഞാനിപ്പോൾ ഒന്ന് പറയുന്നതെന്ന് ഓർക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലെങ്കിലും എനിക്ക് സത്യമൊക്കെ ഒന്ന് തുറന്നു പറയണം. അല്ലെങ്കിൽ അവസാനം വരെ അതെനിക്ക് സമാധാനം തരില്ല. മണ്ടു, ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നെ വേണേൽ അടിക്കാം. ഇത് കെട്ടിപ്പിടിക്കാനുള്ള നേരമല്ല. പോയി അച്ഛനോട് റാമിൻ്റെ കാര്യം സംസാരിക്കാം. ഓ ചെല്ലു. റെഡ്ഡി സാർ, കല്യാണം എനിക്ക് നല്ലൊരു സുഹൃത്താണ്. അവനും അങ്ങനെ തന്നെയാ. അച്ഛൻ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. നിങ്ങളെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കണം. ഇവനാ, ഇങ്ങോട്ട് വാ. ഇതാ റാം. ചെറുപ്പം തൊട്ടേ ഇവനാ എൻ്റെ എല്ലാം. അമ്മയോടും സെൽവനോടും പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഇതെനിക്ക് പറയാൻ പറ്റിയത്. എന്നോട് ക്ഷമിക്കണം റെഡ്ഡി സാർ.